2 വീഡിയോന് മുന്നേ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ഈ ഒരു മസാല മുട്ടാപ്പത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. നെക്സ്റ്റ് വീഡിയോ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ക്രിസ്മസും അതൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ചെയ്യേണ്ടി വന്ന്. എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു കപ്പ് നേരിയരിയിലോട്ട്, നേരിയരി എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നില്ലേ, ആ ഒരു അരി, ജീരകശാല റൈസൊക്കെ ഇല്ല, അങ്ങനെയുള്ള ആ ഒരു അരി, അതിലോട്ട് 2 സ്പൂൺ ചോറും 1 മുട്ടയും ചേർത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. നല്ല മഷി പോലെ ആയിട്ട് അരച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ഫസ്റ്റ് തന്നെ ഫുള്ളായിട്ട് ചേർക്കണ്ട, അരക്കപ്പും ചേർക്കണ്ട, നോക്കി ചേർക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ നമുക്കൊരു മസാല ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോളയും പിന്നെ ഒരു 2-3 പച്ചമുളക്, അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് അധികം തന്നെ നമ്മൾ ചിക്കനില്ലേ അത് ഫ്രൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം. ചിക്കന് കുറച്ച് കൂടുതൽ തന്നെ ചേർത്താൽ എന്നിട്ട് ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്തായാലും നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്നില്ലേ മറ്റേ സമൂസക്കൊക്കെ, അതൊക്കെ പോലെ തന്നെ അതിൻ്റെയൊക്കെ മസാലേൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കിയാൽ എങ്ങനെ ചെയ്തോ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, പക്ഷെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ കടയിലോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ചേർത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറേ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂത്ത് വരുമ്പം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നിറച്ചെണ്ണ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ വേറെ പൊടികളൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഒരു പൊടികളുടെയൊക്കെ പച്ചമണക്കെ മാറി ആ ഒരു സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വീണ്ടും ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയി കേട്ടാം. അപ്പം ഉള്ളിൻ്റെ അത്ര തന്നെ ഏകദേശം ചിക്കൻ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോ. ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രത്തോളം വേണം അത്രത്തോളം ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയണിൻ്റെ പനിയാരം പാനാണ് കേട്ടോ വെക്കുന്നത്, മുട്ടാപ്പൊക്കെ ചുടാൻ പറ്റിയത്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു വ്ളോഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ ഒക്കെ 50% വരെ ഓഫർ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പനിയാരം പാന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഷംന 25 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% കൂടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കേണ്ടവർക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പനിയാരം പാന് ചൂടായി വരുമ്പം ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലാവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എൻ്റെ മക്കൾക്ക് വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഞാൻ ഇതിൽ കുറച്ച് പ്ലെയിനായിട്ടുള്ള മുട്ടാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ. ഇനി ഇതിലോട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മാവ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പും ഇതൊക്കെ നോക്കുക. നിങ്ങൾ മസാല ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തോ. എന്നിട്ട് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് വേവ് ആവുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോഴാണ് നല്ല മേളിലും താലൊക്കെ പൊങ്ങിയിട്ട് നല്ല ബോൾ പോലെ കിട്ടുക കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ കൂടുതൽ വേവുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പനിയാരം പാന് കണ്ടില്ലേ, നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കിട്ടുന്നില്ലേ. ആ ഒരു പറ്റിപ്പടിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി പാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഷംന 25 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 50%-ൻ്റെ കൂടെ 12% എക്സ്ട്രാ ഓഫറും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, വേണ്ടവർ വാങ്ങിക്കോ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മസാല മുട്ടപ്പം റെഡിയാക്കി എടുക്കുക. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതുപോലെ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവില്ലേ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ബാറ്റർ പ്ലെയിനായിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് കറി, ചിക്കൻ കറിൻ്റെ കൂടെയുള്ള അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ കറി. അതുപോലെ ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
അതുപോലെ ആ ഒരു പ്ലെയിൻ ബാറ്ററിൻ്റെ കൂടെ എന്താ പറയുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള മുട്ടാപ്പം കൂടി നമുക്ക് റെഡിയായി കിട്ടും. ഇതേ കണ്ടില്ല, ഇതുപോലെ ഞാൻ പ്ലെയിൻ ആയിട്ടും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, മസാല ചേർത്തിട്ടും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലെയിൻ ആയിട്ടുള്ളത് കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ അത് തന്നെ. അപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ രാവിലെ ചായക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ണൂരുകാരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നോ വരുതേ. അതുപോലെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒരു ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കാണലില്ലേ, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.